ഹലോ, എല്ലാവർക്കും കലവറ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ശ്രീലങ്കൻ ഡിഷാണ്. അത് ലവാരി എന്നാണ് പറയുന്നത്, പക്ഷേ അത് സ്വീറ്റാണ്. സ്വീറ്റിന് പകരം ഞാനിന്ന് പ്രോൺ വെച്ചാണ് അത് ചെയ്യുന്നത്. ഈ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ പീസ് ഇഞ്ചിയും 5 ഗാർലിക്കും ചെറുതായി കൊത്തിയരിഞ്ഞതും ഇട്ട് വഴറ്റുക. അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചെറുതായി കട്ട് ചെയ്ത 5 പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് സോൾട്ടും ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു അടപ്പ് മൂടിയതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും ഇട്ട് ഇളക്കുക. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 100 ഗ്രാം പ്രോൺസ് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പ്രോൺസും കൂടെ ചേർത്ത് നല്ലതായി മിക്സ് ചെയ്ത് വീണ്ടും അടപ്പ് കൊണ്ട് അടച്ച് 1 മിനിറ്റ് വെക്കാം. പ്രോൺസ് ആയതുകൊണ്ട് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതും നമ്മൾ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്, വാട്ടറി അല്ല. പ്രോൺസിൻ്റെ കുക്കിംഗ് ടൈം ഒരു 5 മിനിറ്റ്സ് മതി. അതിൽ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ വീശപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം 1.5 കപ്പ് ബോയിലിംഗ് വാട്ടർ ഒഴിച്ച് കുറേശ്ശേ മിക്സ് ചെയ്തെടുക്കാം. മാവ് എടുത്തിരിക്കുന്നത് 250 ml കപ്പിലാണ്. ഈ ചേർക്കുന്ന വാട്ടറിൻ്റെ അളവ് ഓരോ മാവിനനുസരിച്ചും വ്യത്യസ്തമായിരിക്കും. ഈ മാവിന് ഞാൻ 2 250 ml കപ്പിലെ വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മാവ് കൈ വെച്ചാണ് കുഴയ്ക്കുന്നതെങ്കിൽ കെയർഫുള്ളായിരിക്കണം. മാവ് നല്ല ചൂടാണ്. മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു അടപ്പ് കൊണ്ടടച്ച് ഒരു 10 മിനിറ്റ്സ് വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് വീശപ്പം ഉണ്ടാക്കാവുന്നതാണ്. ഇതിനു വേണ്ടി ചെറിയ ഹോൾസുള്ള സേവനാഴിയിലെ അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി സേവനാഴിയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. വീശപ്പം പെട്ടെന്ന് ഇളകി വരുന്നതിന് വേണ്ടി ഈ ഇലയിൽ കൂടി കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. ഇനി എങ്ങനെയാണ് വീശപ്പം ചെയ്യുന്നത് നോക്കാം. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. കുറേശ്ശേ മാവെടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സേവനാഴിയിൽ ഇട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി ഈ വീശപ്പം പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ചെയ്തു വച്ചിരിക്കുന്ന സ്പൈസി ആയിട്ടുള്ള പ്രോൺസാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇല വെച്ച് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി പ്രോണിന് പകരം ചിക്കനോ മട്ടനോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് റോൾ ചെയ്തതിന് ശേഷം സ്റ്റീം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റാം.
ഞാനിവിടെ സ്റ്റീം ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഒരു പാനാണ്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് നമുക്ക് ഈ റോൾ ചെയ്ത വീശപ്പം ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരു ലിഡ് കൊണ്ട് അടച്ച് 10 മിനിറ്റിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. 10 മിനിറ്റ്സിന് ശേഷം നല്ല സ്റ്റീമെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡിയായി. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ ഒരു നല്ല സ്പൈസി പ്രോൺ ലവാറിയ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇടിയപ്പത്തിൻ്റെ വേറൊരു വേർഷനാണ്. പിന്നെ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വേറെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരികയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് കലവറ ഫ്ലേവേഴ്സ്. താങ്ക് യു.